ഇതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ എത്രയോ വർഷത്തെ ഒരുമിച്ചുള്ള ഒരു സഞ്ചാരം ആയിരുന്നില്ലേ. അപ്പം മലയാള സിനിമയ്ക്ക് ഞങ്ങൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നൊരു സന്ദർഭമായി ഇത് മാറിയല്ലോ എന്നുള്ളതിന്റെ സങ്കടത്തിലാണ്. കഴിഞ്ഞ എത്രയോ വർഷത്തെ ജീവിതത്തിൽ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരു കൊളീഗ്, ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ല. അതിൽ കൂടുതൽ സൗഹൃദമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ടാവുമല്ലോ. അതിലൊരാളായിരുന്നു ശ്രീനിവാസൻ. ഞാൻ ശ്രീനിവാസൻ, സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് സിനിമയ്ക്ക് വേണ്ടിയും അല്ലാതെയുള്ള വലിയ യാത്രകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് വൈകാരിക ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഒരാൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സങ്കടം തന്നെയാണ്. സുഖമില്ലാതിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉള്ള ഒരു ഷോക്ക് ഉണ്ടല്ലോ എല്ലാവർക്കും, അതുണ്ടാകുന്നതാണ്. താങ്കൾ ഇവിടെ ഉണ്ടോ ശ്രീ മോഹൻലാൽ? താങ്കൾ എത്തുന്നില്ലേ? ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ട്. അപ്പൊ ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അതെന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പൊ അതിന്റെ പുറകിലാണ് ഞങ്ങൾ എല്ലാവരും. കാണുമായിരുന്നു, അല്ല നമ്മൾ സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാമായിരുന്നു, അദ്ദേഹത്തിന്റെ അസുഖത്തിനെ കുറിച്ച് അറിയാമായിരുന്നു. അപ്പൊ എപ്പോഴും അങ്ങനെ ഒരു ബന്ധമുള്ള ആള് തന്നെയായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്തും അദ്ദേഹത്തിന് സുഖമില്ലാതായിരുന്നു, അമൃതയിലായിരുന്നു. ഇന്ന്